Hello everyone. അപ്പോൾ ഇന്നും സിമ്പിൾ ഡെയിലി കുക്കിംഗ് റെസിപ്പീസോടെയാണ് വന്നിരിക്കുന്നത്. കുറേ പേർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് നോക്കാനാണ് താല്പര്യം തോന്നുന്നു. അപ്പോൾ ഞാൻ അഗെയിൻ ഇന്നും ഒരു സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ കുക്കിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻ ബിരിയാണിയും അതായത് കുഷ്ക എന്ന് പറയും. അപ്പോൾ അതും കൂടെ എഗ് റോസ്റ്റും ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കുക്കർ വെച്ച് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് ആദ്യം. പിന്നെ 2 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ആഡ് ചെയ്യണ്ട, എണ്ണ മാത്രം മതി. അപ്പോൾ ഇവിടെ ഞാൻ 2 കഷ്ണം പട്ട, 2 മുഴുവൻ ഏലക്കായും, 2 ഗ്രാമ്പ്, 2 ബേ ലീഫും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർ അനീസ്, പിന്നെ 1 സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം നമുക്ക് സോട്ട് ചെയ്യാം. സവാള ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് പച്ചമണം പോകുന്ന വരെ നല്ലോണം നമുക്ക് സോട്ട് ചെയ്യണം. പിന്നെ ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇതുപോലെ മാഷാക്കി നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പുളിയേ ഇല്ലാത്ത 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്യുന്നുണ്ട്. തൈരിൽ പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പുളി ഉണ്ടെങ്കിൽ അത് മുഴുവനും ഒരു ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ പുളി ഇല്ലാത്ത കട്ടയായിട്ടുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 2 ഗ്രീൻ ചില്ലിയാണ്. കീരാത്ത അങ്ങനെ ഇട്ടാൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കൈയളവ് പുതിനയും കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കൊറിയാൻഡർ പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് റോ റൈസ് വെച്ചിട്ടാണ്. സോണ മസൂരി എന്ന് പറയും. അപ്പം ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് അളവ്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവ് 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ്. നിങ്ങൾ ബാസ്മതി റൈസ് വെച്ചും കൂടി ഉണ്ടാക്കാം. അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഫ്ലേവറും തരും. അപ്പോൾ ബാസ്മതി റൈസ് ആണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം മതി. മൊത്തം ഈ റൈസിന് വേണ്ട മുഴുവൻ ഉപ്പും നമ്മൾ ഇപ്പം തന്നെ ആഡ് ചെയ്യണം. ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഈ വെള്ളത്തിൽ ഇടുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മുഴുവൻ റൈസ് വെന്ന് വരുമ്പോൾ എത്ര ഉപ്പ് വേണം അത്ര ഉപ്പ് ഇപ്പം തന്നെ ഇടണം. അപ്പോഴേ അതിൽ പിടിച്ച് വരുള്ളൂ. പിന്നെ ആ വെള്ളം നല്ലോണം തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ഇവിടെ ഞാൻ 1 ഗ്ലാസ് അരി എടുത്ത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പം തന്നെ ക്ലോസ് ചെയ്യണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ബോയിൽ വരണം. ഒരു തിളപ്പ് വന്ന ശേഷമാണ് നമുക്ക് മൂടി സ്റ്റീം കയറ്റേണ്ടത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, ആ മസാല ഒക്കെ ഒന്ന് അരിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം നല്ല ബോയിൽ ആകുമ്പോഴാണ് നമുക്ക് മൂടി. ഞാനിവിടെ 1 വിസിലും പിന്നെ ഒരു 5 മിനിറ്റ് സിമ്മിലും വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ റൈസിന് ഇതിൻ്റെ പാകം എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഇത്ര വെച്ചിട്ടുണ്ട്. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന അരിക്ക് എത്ര വിസിൽ കുഴയാണ്ട് കിട്ടണോ അത്രയും വെക്കണം. ഇത് കണ്ടോ, നല്ല സ്മെല്ലായിട്ട് കുഴയാണ്ട് അടിയിൽ പിടിക്കാണ്ട് നല്ലൊരു പ്ലെയിൻ ബിരിയാണി, വളരെ ടേസ്റ്റി ആയിട്ടും നല്ലൊരു സ്മെല്ലും ആയിട്ടുള്ള ടേസ്റ്റി ബിരിയാണി നമുക്ക് റെഡി.
ഇനി നെക്സ്റ്റ് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഞാൻ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ 1 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം എങ്ങനെ ഇഷ്ടമില്ലാത്തവർ പൊടിയായിട്ട് ആഡ് ചെയ്താലും മതി. പിന്നെ ഞാനിവിടെ എനിക്ക് കുറേ സവാള റോസ്റ്റിൽ സവാള കുറേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള പൊടിയായിട്ട് നറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. സവാള നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമണം പോണ വരെ നല്ലോണം വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു നല്ല വലിയ തക്കാളി ഞാനിവിടെ ഭയങ്കര പൊടിയായിട്ട് അരിഞ്ഞാണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം വഴറാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് തക്കാളി മൂടി വെച്ചാൽ പെട്ടെന്ന് ഒന്ന് മാഷായി കിട്ടും. അപ്പം ഇതുപോലെ തക്കാളി നല്ലോണം കുക്കായി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കാരണം നമുക്ക് പെപ്പർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ കൊറിയാൻഡർ പൊടി, 1/2 സ്പൂൺ പെപ്പർ പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് ജസ്റ്റ് ആ മസാല ഒന്ന് മിക്സായി കിട്ടുന്ന മാതിരിയുള്ള അത്ര ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാല ഒന്ന് ജസ്റ്റ് പിടിച്ച് മസാല രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം മസാല ഒക്കെ ബോയിലായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഒക്കെ അതിൽ കോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് അതിൻ്റെ മേളിലേക്ക് എല്ലാം ഇങ്ങനെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ മണം അതിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം. ഇതുപോലെ നമുക്ക് മുട്ട റോസ്റ്റും റെഡിയായി. എല്ലാ മുട്ടയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഒന്നും കൂടി കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സോളം നമുക്ക് അടുപ്പത്ത് വെച്ച് മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് ഫിനിഷ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഓണിയൻ റൈത്തയും കൂടി തയ്യാറാക്കിയിട്ട് സെർവ് ചെയ്താൽ നല്ലൊരു അടിപൊളി ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാം. സഡനായിട്ട് ഗസ്റ്റ് വരികയാണെങ്കിലും ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇനി വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നും കാണാം. അപ്പോൾ അതുവരെ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.